വാർത്തകളിലേക്ക് കടക്കാം. ബിഷപ്പുമാർക്കെതിരായ സജി ചെറിയാന്റെ പരാമർശത്തിൽ വിമർശനവുമായി ദീപിക മുഖപത്രം. സഭാമേലധ്യക്ഷന്മാരെ വിമർശിക്കാൻ മന്ത്രിമാർ എന്തും വിളിച്ചു പറയുന്നു. നവകേരള സദസ്സിൽ പങ്കെടുത്തപ്പോൾ സജി ചെറിയാന് രോമാഞ്ചമുണ്ടായെന്നും വിമർശനം. സജി ചെറിയാന്റെ വിടുവായിത്തം തിരുത്താൻ മുഖ്യമന്ത്രി ശ്രമിച്ചില്ല. ഒത്താശ ചെയ്യുന്ന മുഖ്യമന്ത്രി തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്നുവെന്നും മുഖപ്രസംഗം. ജി ശ്രീജിത്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ശ്രീജിത്ത്, സജി ചെറിയാനെതിരെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ പോലും വിമർശനം ഉന്നയിച്ച സാഹചര്യമുണ്ടായിരുന്നു. വലിയ പ്രതിഷേധം KCBCയുടെ ഭാഗത്ത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ ദീപിക പത്രം അടക്കം രംഗത്തെത്തിയിരിക്കുകയാണ് മന്ത്രി സജി ചെറിയാനെതിരെ. എന്തൊക്കെയാണ് പ്രധാനമായും മുഖപ്രസംഗത്തിൽ പറയുന്നത്? പ്രധാനമായും ഇന്നലെ KCBC തന്നെ സജി ചെറിയാന്റെ ഈ നിലപാടിനെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് സാധാരണഗതിയിൽ ദീപികയിൽ ലേഖനങ്ങളാണ് വരാറുള്ളത്. അതിനപ്പുറത്തേക്ക് ദീപികയുടെ നിലപാടായി തന്നെ മുഖപ്രസംഗമായി തന്നെ സജി ചെറിയാനും മുഖ്യമന്ത്രിക്കുമെതിരെ മുഖപ്രസംഗം വന്നിരിക്കുന്നു. സജി ചെറിയാന്റെ വിടുവായിത്തം തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. സഭാ മേലധ്യക്ഷന്മാരെ വിമർശിക്കാൻ മന്ത്രിമാർ എന്തും വിളിച്ചു പറയുകയാണ്. ഇതിന് ഒത്താശ ചെയ്യുകയാണ് മുഖ്യമന്ത്രി. അങ്ങനെയുള്ള മുഖ്യമന്ത്രി തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നത്. നവകേരള സദസ്സിൽ പങ്കെടുത്തപ്പോൾ സജി ചെറിയാന് രോമാഞ്ചമുണ്ടായോ എന്നും ഈ ദീപിക ലേഖനത്തിൽ ചോദിക്കുന്നുണ്ട്. അണികളുടെ കയ്യടി നേടാൻ വായി തോന്നുന്നത് വിളിച്ചു പറയുന്ന ചരിത്രമുള്ള ആളാണ് ഇയാളെന്നും സജി ചെറിയാനെന്നും ദീപികയുടെ മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ തന്നെ കോൺഗ്രസും BJPയും ഒക്കെ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നതാണ്. പക്ഷെ സർക്കാരിന്റെ ഒരു തുടർ പ്രതികരണം, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊന്നും ഈ വിഷയത്തിൽ ഒരു പ്രതികരണമോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും അതിന് പിന്നാലെയാണ് ദീപികയുടെ മുഖപ്രസംഗമായി ഈ വിഷയം വരുന്നത്. ശ്രീജിത്ത്, സ്വാഭാവികമായും നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിൽ ക്രൈസ്തവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അത് മുന്നണിക്ക് ഏത് തരത്തിൽ ദോഷം ചെയ്യും? മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടി വരില്ലേ ഉടൻ? LDFനെ കാര്യമായി ബാധിക്കുന്ന ഒരു വിഷയമായി അവർ ഇത് കരുതുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇതിലാകെ ബാധിക്കുക ഒരു പക്ഷേ കത്തോലിക്ക വോട്ടുകൾ കാര്യമായുള്ള കേരള കോൺഗ്രസ് എമ്മിനെയാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാടാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതായി ഉള്ളത്. അതിനപ്പുറത്തേക്ക് CPM ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിലൂടെ കിട്ടുന്ന ക്രൈസ്തവ വോട്ടുകൾ എന്നതിനപ്പുറത്തേക്ക് അവരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യങ്ങൾ മറ്റു പലതുമാണ് എന്നത് നമുക്ക് ഇതിനകം തന്നെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എത്ര പെട്ടെന്നൊരു തിരുത്തലോ അല്ലെങ്കിൽ മറ്റൊരു നടപടിയോ ഉണ്ടാകുമെന്ന് കരുതാനും വയ്യ. ഇത്തരം പ്രസ്താവനകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതും അത് ബോധപൂർവമായിരിക്കാം രാഷ്ട്രീയ നേതാക്കളും ഇത്തരം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരും നടത്തുന്നത് എന്നും കരുതേണ്ടി വരും. എന്തായാലും കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ഇത് വലിയൊരു മുറിവായി അല്ലെങ്കിൽ വലിയൊരു രോഷത്തിന് കാരണമായിട്ടുണ്ട് എന്ന് വേണം ഈ ദീപികയുടെ ലേഖനം കൂടി കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് ഒരു സജി ചെറിയാനെതിരെയുള്ള ഒരു പരാമർശത്തിന് ഇടയുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതയുണ്ടോ? കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു സമീപകാല ചരിത്രം നോക്കിയാൽ സ്വന്തം നേതാവായ സ്വന്തം MP ആയ തോമസ് ചാഴിക്കാടനെ മുഖ്യമന്ത്രി വിമർശിച്ചപ്പോൾ പോലും അതിനോട് പ്രതികരിക്കാൻ ജോസ് കെ മാണിയോ തോമസ് ചാഴിക്കാടനോ ഒന്നും ഇതുവരെ തയ്യാറായിരുന്നില്ല. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ പറഞ്ഞതും ശരിയാണ്, ഒപ്പം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതും ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് തോമസ് ചാഴിക്കാടന്റെ ഒരു പ്രതികരണം പോലും നടത്തിയത്. അതുകൊണ്ട് തന്നെ LDFന്റെ ഒരു സമ്മർദ്ദത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് കേരള കോൺഗ്രസ് എം ഇതിൽ പ്രതികരിക്കുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. അവർക്ക് പ്രതികരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് കത്തോലിക്ക വോട്ട് ബാങ്കിൽ അത് ഉണ്ടാക്കുന്ന ക്ഷീണം അവർക്ക് മാത്രമാണ്, അവരെയാണ് കാര്യമായി ബാധിക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്നുള്ളത് തീർച്ചയായും പ്രധാനപ്പെട്ടതാണ്. അത് ഒരുപക്ഷെ ഇന്നുണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. തീർച്ചയായും. ജി ശ്രീജിത്താണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. ബിഷപ്പുമാർക്കെതിരായ സജി ചെറിയാന്റെ പരാമർശത്തിൽ വിമർശനവുമായി ദീപിക മുഖപ്രസംഗം. സഭാ മേലധ്യക്ഷന്മാരെ വിമർശിക്കാൻ മന്ത്രിമാർ എന്തും വിളിച്ചു പറയുന്നു. നവകേരള സദസ്സിൽ പങ്കെടുത്തപ്പോൾ സജി ചെറിയാന് രോമാഞ്ചമുണ്ടായെന്നും വിമർശനമുണ്ടായിരുന്നു. സജി ചെറിയാന്റെ വിടുവായിത്തം തിരുത്താൻ മുഖ്യമന്ത്രി ശ്രമിച്ചിരുന്നില്ല. ഒത്താശ ചെയ്യുന്ന മുഖ്യമന്ത്രി തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്നുവെന്നുമാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത്. രാഷ്ട്രീയ കളിയിൽ എന്തുകൊണ്ട് ക്രൈസ്തവരെ അവഹേളിക്കണമെന്നുള്ള തലക്കെട്ടോടുകൂടിയാണ് ദീപിക മുഖപ്രസംഗം എഴുതിയത്.
കൊച്ചിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചതിന് അറസ്റ്റിലായ 6 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും ജാമ്യം. എറണാകുളം ജില്ലാ കോടതി മജിസ്ട്രേറ്റാണ് ജാമ്യം അനുവദിച്ചത്. പ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചതോടെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ 7 മണിക്കൂറോളം നീണ്ടുനിന്ന സമരം കോൺഗ്രസ് നേതാക്കൾ അവസാനിപ്പിച്ചു. അറസ്റ്റിലായ കോൺഗ്രസ് പ്രവർത്തകരെ പുലർച്ചെ 2 മണിയോടുകൂടിയാണ് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയത്. ഡാനി ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരും. ഡാനി, സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു പ്രതിഷേധമായിരുന്നു ഇന്നലെ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരു രാത്രി സമരം എന്ന തരത്തിൽ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇന്നും ഒരു തുടർ സമരത്തിനുള്ളൊരു സാധ്യത എത്രമാത്രമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന്? ഇന്ന് സമരം ഇതിന്റെ ഒരു തുടർച്ച ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നതെങ്കിലും അത് എങ്ങനെയാണ്, ഏത് രീതിയിൽ എന്നത് സംബന്ധിച്ച് ഒരു രൂപവും വന്നിട്ടില്ല. പ്രതിഷേധത്തിന്റെ ഒരു തുടർച്ച ഇന്നുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് നവകേരള സദസ്സ് ഇന്ന് സമാപിക്കുന്ന ഒരു സാഹചര്യമാണ്. എറണാകുളം ജില്ലയിലെ 2 മണ്ഡലങ്ങളിലാണ് നവകേരള സദസ്സ് നടക്കുന്നത്. ഈ 2 മണ്ഡലങ്ങളിലെ കൂടി നവകേരള കഴിയുന്നതോടെ നവകേരള സദസ്സ് പൂർത്തിയാകും. ഇന്നലെ രാത്രിയോട് ഏതാണ്ട് പുലർച്ചയോടുകൂടിയാണ് ഈ പ്രതിഷേധങ്ങൾ അവസാനിച്ചത്. ഇതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ അടുത്ത കാലത്തൊന്നും ഈ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിട്ടില്ല. പ്രവർത്തകരെ പൂർണ്ണമായി വിട്ടയക്കുന്നത് വരെ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോവുകയും ചെയ്തത്. പുലർച്ചെ 2:30 പ്രവർത്തകർ പിരിഞ്ഞു പോയത്. ഇന്നലെ 2 മണിക്കാണ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ പ്രവർത്തകരെ ഹാജരാക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതുകൊണ്ട് തന്നെ ഇതിൽ ഒരു തീരുമാനമാകുന്നതുവരെയും സമരം തുടരുമെന്ന് ഇവർ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ജാമ്യത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വന്നതിന് ശേഷം മാത്രമായിരിക്കും തങ്ങൾ പിരിഞ്ഞു പോവുക എന്ന് ഹൈബിയുടെ എംപിയും അതോടൊപ്പം തന്നെ മറ്റ് MLA-മാരും അടക്കമുള്ളവർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനുശേഷം തീരുമാനം വന്നതിന് ശേഷമാണ് ഇവർ പിരിയുകയും ചെയ്തത്. ഈ സംഭവത്തിൽ CPM-ന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയതെന്നും പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള കുറ്റമൊന്നും അവർ ചെയ്തിട്ടില്ല എന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ പറയുകയും ചെയ്യുന്നത്. ഇന്നലെ ഉണ്ടായിരുന്ന സംഭവങ്ങൾക്ക് മുഴുവൻ ഉത്തരവാദികളും CPM തന്നെയാണ്. ഈ രീതിയിൽ തങ്ങളെ നേരിട്ടാൽ സമര തീവ്രത കുറയില്ലെന്നും ഇന്നും സമരം തുടർച്ചയായി ഉണ്ടാകുമെന്നുമാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയും ചെയ്തത്. നമ്മൾ ഇന്നലെ കണ്ടതാണ്, MP-മാരടക്കമുള്ളവരാണ് മണിക്കൂറുകളോളം 7 മണിക്കൂറിലധികം ഒരു പോലീസ് സ്റ്റേഷന് മുൻപിൽ കുത്തിയിരുന്ന സമരം നടത്തിയത്. പക്ഷേ അവിടേക്ക് ഒരു അധികാരി പോലും അല്ലെങ്കിൽ ഒരു പോലീസ് ഉന്നതൻ പോലും എത്തിയില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഇതൊക്കെ വലിയൊരു ഇടപെടൽ അവിടെ നടന്നു എന്നത് തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്? കോൺഗ്രസ് ആരോപിക്കുന്നത് അത് തന്നെയാണ്. കാരണം വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടന്നതുകൊണ്ട് മാത്രമാണ് MP-യും 3 MLA-മാരും ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് സമരം നടത്തുമ്പോൾ അതിന്റെ കാരണങ്ങൾ എന്താണ് ഇതിനൊരു പരിഹാരം എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലും ആരും തന്നെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആരും തന്നെ എത്തിയിരുന്നില്ല. ഇത് എന്താണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുമ്പോൾ പോലും ഇതിന്റെ കൃത്യമായ കാരണങ്ങളെ കുറിച്ച് ആരും അന്വേഷിക്കാൻ പോലും എത്തിയിരുന്നില്ല. തങ്ങളുടെ ഫോൺ വിളികൾക്ക് പോലും ആരും ഉത്തരം നൽകാത്തൊരവസ്ഥയാണ് ഇന്നലെ ഉണ്ടായിരുന്നതെന്നും നേതാക്കൾ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പിറകിൽ കൃത്യമായ രീതിയിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നതാണ് കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ടാണ് പുലർച്ചെ വരെ തങ്ങൾക്ക് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രവർത്തകരെ വിട്ടുകിട്ടാൻ വേണ്ടി കുത്തിയിരിക്കേണ്ടി വന്നത് എന്ന് ഇവർ പറയുകയും ചെയ്യുന്നു. ഗവർണർക്കെതിരായ സമരം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അവരെ രീതിയിലല്ല മുഖ്യമന്ത്രിക്കെതിരായ സമരം നടത്തുന്ന പ്രവർത്തകരെ നേരിടുന്നത്. ഈ മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്ന സമരത്തെക്കാൾ തീവ്രമാണ് ഗവർണർക്കെതിരെ നടത്തുന്ന സമരങ്ങൾ. അതിൽ SFIയും എല്ലാം തന്നെ നടത്തുന്ന സമരങ്ങൾ കുറെ കൂടി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അവരോട് പോലീസ് മൃദു സമീപനമാണ് സ്വീകരിക്കുന്നതെന്നാണ് കോൺഗ്രസ് ആക്ഷേപിക്കുകയും ചെയ്യുന്നത്. ഇന്നും സമരം തുടരുമെന്നാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം മന്ത്രിമാർ അടക്കമുള്ളവർ ഈ സമരത്തെ വളരെ പരിഹസിക്കുകയാണ് ഉണ്ടായത്. ഇന്ന് പല മന്ത്രിമാരുടെയും പ്രതികരണം ഈ കോൺഗ്രസിന് മറ്റു വിഷയങ്ങൾ കിട്ടാത്തത് കൊണ്ടും സമരം എന്തിനാണെന്ന് പോലും പലർക്കും തന്നെ അറിയില്ല. അതാണ് കോൺഗ്രസിന്റെ ഒരു പരിതാപകരമായ അവസ്ഥ എന്നുമാണ് മന്ത്രിമാരടക്കമുള്ളവർ ഈ സമരത്തെ കാണുകയും ചെയ്യുന്നത്. ശരി, നന്ദി. ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പ്രധാനമന്ത്രി സ്വീകരിക്കാൻ തൃശൂർ.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശൂരിൽ 2 ലക്ഷം വനിതകൾ അണിനിരക്കുന്ന BJP മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാനായാണ് പ്രധാനമന്ത്രി എത്തുന്നത്. പ്രധാനമന്ത്രിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ശക്തന്റെ മണ്ണ് ഒരുങ്ങിയിരിക്കുകയാണ്. ഏതു തരത്തിലാണ് അവസാന ഘട്ടത്തിലായിരിക്കുമല്ലോ ഒരുക്കങ്ങളൊക്കെ അല്ലേ? മഹിളാ സമ്മേളനത്തിനായി നരേന്ദ്രമോദി നാളെ തൃശൂരിലെത്തുമ്പോൾ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത് വലിയ പ്രഖ്യാപനങ്ങളും വലിയ നീക്കങ്ങളുമാണ്. കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് BJP നടത്തുന്ന ഏറ്റവും വലിയ ഒരു ചുവടുവെപ്പാണ് നരേന്ദ്രമോദിയുടെ ഈ തൃശൂർ സന്ദർശനം. സ്വാഭാവികമായിട്ടും ഈ ഒരു സന്ദർശനത്തിൽ പ്രതീക്ഷിക്കുന്നത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം നരേന്ദ്രമോദി നേരിട്ട് പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു സന്ദർശനത്തിൽ അദ്ദേഹം മതമേലധ്യക്ഷന്മാരുമായിട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ കൂടിക്കാഴ്ച നടത്തുമോ എന്നുള്ളത്. നമുക്കറിയാം തൃശ്ശൂരിൽ ക്രിസ്തീയ സഭകൾക്കുള്ള സ്വാധീനം ഏറെ വലുതാണ്. തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിലൊന്നാകെ ക്രിസ്തീയ മത മേലധ്യക്ഷന്മാരുമായിട്ട് സഭകളുമായിട്ട് BJP അടുപ്പം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി നേരിട്ട് തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടാകുമോ, എവിടെയെങ്കിലും വെച്ച് ഉണ്ടാകുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ BJP കേരളത്തിൽ നടത്തുന്ന ഏറ്റവും വലിയ ഒരു നീക്കം തന്നെയാണ് ഈ നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനം. മഹിളാ സമ്മേളനത്തിൽ 2 ലക്ഷത്തിലധികം വനിതകളാണ് ഇതിൽ പങ്കെടുക്കുക, അണിനിരക്കുക എന്നാണ് BJP നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ലഭ്യമായ വിവരങ്ങളനുസരിച്ച് നാളെ ഉച്ചയ്ക്ക് 2 മണിയോടെ നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തും. അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് കൂട്ടനല്ലൂരിലെത്തുക. കൂട്ടനല്ലൂരിൽ നിന്ന് അദ്ദേഹം റോഡ് മാർഗം തൃശ്ശൂരിലേക്ക് എത്തും. തൃശ്ശൂരിൽ റൗണ്ടിൽ ജില്ലാ ആശുപത്രിക്ക് സമീപം അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ആരംഭിക്കും. ഏകദേശം ഒരു 3/4 കിലോമീറ്റർ ദൂരം അദ്ദേഹം തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് റൗണ്ടിലൂടെ സഞ്ചരിക്കും. നായ്ക്കനാലിന് അടുത്തുള്ള കവാടത്തിലാണ് ഈ സമ്മേളനത്തിൻ്റെ വേദി നിർമ്മിക്കുന്നത്. അവിടേക്ക് അദ്ദേഹം എത്തും. പ്രവർത്തകർക്ക് ഈ പുരുഷ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് റോഡ് ഷോയിൽ പങ്കെടുക്കാനാണ് തീരുമാനം ഉള്ളത്, അനുവാദമുള്ളത്. സമ്മേളന നഗരിയിൽ വേദിയിൽ സ്ത്രീകൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നാണ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. വലിയ ഒരുക്കങ്ങൾ, വലിയ സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാം ഇവിടെ സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു. BJPയുടെ സംസ്ഥാന കേന്ദ്ര നേതാക്കൾ കൂടി ഇന്നെത്തും. ഇനി രാഷ്ട്രീയമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾക്ക്, BJPയുടെ നീക്കങ്ങൾക്ക് എന്തെല്ലാം ഊർജം നൽകുന്നതായിരിക്കും, ഏതെല്ലാം തരത്തിലുള്ള ഊർജം നൽകുന്നതായിരിക്കും നരേന്ദ്രമോദിയുടെ വാക്കുകളെന്ന് കേട്ടറിയാനുള്ള കാത്തിരിപ്പാണ്. എന്നാണെങ്കിലും തൃശ്ശൂരിൽ നരേന്ദ്രമോദിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന മഹിളാ സംഗമത്തിന് മുന്നോടിയായി തൃശൂരിൽ മഹിളാ മോർച്ച മെഗാ തിരുവാതിര സംഘടിപ്പിച്ചു. തൃശൂർ തെക്കേ ഗോപുരനടയ്ക്ക് മുന്നിലായിരുന്നു മെഗാ തിരുവാതിര അരങ്ങേറിയത്. 2000-ലധികം വനിതകളാണ് തിരുവാതിരയുടെ ഭാഗമായത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നും ഉള്ളവരായിരുന്നു മെഗാ തിരുവാതിരയുടെ ഭാഗമായി അരങ്ങേറിയത്. ഒരിടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. നമസ്കാരം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത്. വില്യം ഷേക്സ്പിയറുടെ ലോകപ്രശസ്തമായ ഒഥല്ലോ. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയും ആകാശമാകെ കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ G-Tech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയാണെങ്കിൽ പഠനം G-Techൽ തന്നെ.
in association with മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക്. ഹായ് അരുൺ സാർ. തിരികെ വാർത്തയിലേക്ക്. സ്കൂൾ കലോത്സവത്തിന്റെ 2 നാൾ ഈ വർഷത്തെ വിജയിക്കുന്ന ജില്ലയ്ക്കുള്ള സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്ര കോഴിക്കോട് നിന്ന് പുറപ്പെട്ടു. കഴിഞ്ഞ തവണത്തെ ജേതാക്കളായ കോഴിക്കോട് ഇത്തവണയും കപ്പ് നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കൊല്ലത്തേക്ക് തിരിക്കുന്നത്. എം.എസ്. അനീഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിജയികൾക്ക് സമ്മാനിക്കാനുള്ള സ്വർണ്ണക്കപ്പുമായുള്ള വിളംബര ഘോഷയാത്രയാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ആതിഥേയരായ കോഴിക്കോട് ജില്ല തന്നെയാണ് സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടത്. കഴിഞ്ഞ 1 വർഷമായി കോഴിക്കോട് സൂക്ഷിച്ചിരുന്ന കപ്പിപ്പോൾ അതിന്റെ പ്രയാണം കൊല്ലത്തേക്ക് ആരംഭിച്ചിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ ഈ കപ്പ് കോഴിക്കോട് ജില്ലയുടെ അതിർത്തിയായ രാമനാട്ടുകരയിൽ എത്തിക്കും. അവിടെ നിന്നും പിന്നീട് മറ്റുള്ള ജില്ലകൾ താണ്ടി ഓരോ സ്ഥലങ്ങളിലെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഇത് കൊല്ലത്തേക്കുള്ള അതിന്റെ പ്രയാണം തുടരുക. എന്തായാലും കോഴിക്കോട്ട് നേടിയ കപ്പ് കൊല്ലത്ത് നിലനിർത്തും എന്ന കൃത്യമായ വാശിയിൽ തന്നെയാണ് കോഴിക്കോട് ജില്ലയുള്ളത്. ഈ കപ്പ് ഉടൻ ഈ കോഴിക്കോടിന്റെ മണ്ണിലേക്ക് തിരിച്ചെത്തിക്കും എന്ന് പറയുന്നു. സാഹിത്യ നഗരി എന്ന പദവി നേടിയ ശേഷമുള്ള ആദ്യ കലോത്സവമാണ്. അതുകൊണ്ട് സാഹിത്യ നഗരിയിലേക്ക് തിരിച്ചെത്തും എന്നാണ് കോഴിക്കോടിന്റെ ചുണക്കുട്ടികൾ പറയുന്നത്. കൈവീശി ഈ കുട്ടികളെ യാത്രയാക്കുന്ന നാട്ടുകാരെ നമുക്ക് കാണാം. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ വലിയ പ്രയത്നമാണ് കോഴിക്കോട് ജില്ലയുടെ ഭാഗത്തു നിന്നും കപ്പുയർത്താനുണ്ടായിരുന്നത്. ജില്ലാ തലങ്ങളിലെ മത്സരങ്ങളിലും മറ്റുമൊക്കെ ആവേശകരമായ പ്രകടനങ്ങളാണ് ഈ കുട്ടികൾ കാഴ്ചവെച്ചത്. അവർ കൈവീശി കോഴിക്കോട് നിന്നും കൊല്ലത്തേക്കുള്ള യാത്ര തുടരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. എന്തായാലും വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ഇത്തവണയും കപ്പ് നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. നേരത്തെ കോഴിക്കോട് മേയർ ബീന ഫിലിപ്പാണ് ഈ സ്വർണ്ണക്കപ്പ് ഇത്തവണ കുട്ടികൾക്ക് കൈമാറിയത്. ഇതിനുശേഷമാണ് ഈ യാത്ര ഇവിടെ നിന്നും പുറപ്പെട്ടത്. കഴിഞ്ഞ വർഷം 4 മുതൽ 5 വരെ ലക്ഷം ഫുട് പ്രിന്റ്സ് ആണ് നമ്മുടെ വിക്രം മൈതാനത്ത് വെസ്റ്റ് ഹില്ലിൽ വീണത്. അവിടെ നിന്ന് നമ്മൾ ഇന്നിത് കൊണ്ടുപോകുമ്പോൾ നിശ്ചയമായും അത് തിരിച്ചു കൊണ്ടുവരും എന്ന ഒരു പ്രതിജ്ഞയോട് കൂടിയാണ് നമ്മുടെ കുട്ടികൾ എല്ലാവരും തന്നെ ഇന്ന് ഇവിടെ ഈ ജാഥ അല്ലെങ്കിൽ ഈ കപ്പ് കൈമാറുന്ന അടുത്ത ജില്ലയിലേക്ക് കൈമാറുന്ന ചടങ്ങിനായി എത്തിയിട്ടുള്ളത്. ഇത്തവണയും ഈ കോഴിക്കോട്ടേക്ക് തന്നെ സ്വർണ്ണക്കപ്പ് തിരിച്ചെത്തിക്കും എന്ന പ്രതീക്ഷ കുട്ടികളിൽ പലരും പങ്കുവയ്ക്കുകയും ചെയ്തു. ഈ വർഷം ഈ കപ്പ് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ 8-ാം തീയതി കപ്പ് കലോത്സവം കഴിഞ്ഞ് തിരിച്ചു കൊടുത്താൻ എത്തിയിരിക്കും. അത് നമ്മളെ കോഴിക്കോടിന്റെ ഉറപ്പാണ്. ഇന്ന് രാത്രി തൊടുപുഴയിലാണ് സ്വർണ്ണക്കപ്പ് എത്തുന്നത്. അതിനു മുമ്പായി പലയിടങ്ങളിൽ നിന്നായി സ്കൂളുകളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് സ്വർണ്ണക്കപ്പിന്റെ പ്രയാണം മുന്നോട്ട് നീങ്ങുന്നത്. തൊടുപുഴയിൽ തങ്ങുന്ന കപ്പുമായുള്ള ഘോഷയാത്ര നാളെ രാവിലെ പുനരാരംഭിക്കും. നാളെ വൈകുന്നേരത്തോടുകൂടി ഈ കപ്പ് കലോത്സവ നഗരിയായ കൊല്ലത്ത് എത്തിച്ചേരും. VM സുധീരന്റെ പ്രസ്താവനയ്ക്കെതിരെ പരോക്ഷ വിമർശനവുമായി ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ്. 2014 തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടതിന്റെ കാരണം സമൂഹത്തിന് നന്നായി അറിയാമെന്ന് അടൂർ പ്രകാശ്. എത്ര വലിയ ത്രികോണ മത്സരത്തിലും ആറ്റിങ്ങലിൽ UDF വിജയം സുനിശ്ചിതമാണ്. ഏത് കേന്ദ്രമന്ത്രി മത്സരിച്ചാലും മത്സരരംഗത്ത് നിന്ന് താൻ ഒളിച്ചോടില്ലെന്നും ആറ്റിങ്ങൽ MP പറഞ്ഞു. വോട്ടർ പട്ടികയിൽ 1,72,000 വ്യാജ വോട്ടുകൾ തിരികെ കയറ്റിയതിന്റെ രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. ആറ്റിങ്ങലിൽ 29 വർഷം ഇടതുപക്ഷം ജയിച്ചത് വ്യാജ വോട്ടിന്റെ പിൻബലത്തിലാണെന്നും അടൂർ പ്രകാശ് ന്യൂസ് 18നോട് പറഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ കടക്കുന്ന